Lord my God. When I hear awesome wonder, consider all the worlds I am. Shout to the Lord, all the earth, let us sing. Power and majesty, praise to the King. Mountains bow down. വീണ്ടും നമുക്ക് ഒരുമിച്ച് കർത്താവിന്റെ പാദപീഠത്തിലായിരിക്കാന് കർത്താവിടെയാക്കി അതുകൊണ്ട് കർത്താവിനെ സ്തുതിക്കുന്നു. ഇവിടെയുള്ള ദൈവമക്കളോടും കർത്താവിന്റെ ദാസന്മാരോടുമുള്ള ആഗ്രഹം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. 1 കൊരിന്ത്യർ 16-ാം അധ്യായം അതിന്റെ 9-ാമത്തെ വാക്യം ആരെങ്കിലും ഒരാൾ വായിക്കാം. 1 കൊരിന്ത്യർ 16-ാം അധ്യായം അതിന്റെ 9-ാമത്തെ വാക്യം. എനിക്ക് വലിയതും സകലവുമായ ഒരു വാതിൽ തുറന്നിരിക്കുന്നു, എതിരാളികളും പലരും. കണ്ണു കാണിച്ച പ്രാർത്ഥന എല്ലാ കരവും സ്വർഗത്തെ ഉയർത്തി 1 മിനിറ്റ് എല്ലാവരും പ്രാർത്ഥിക്കാൻ ഏൽപ്പിച്ചത്. കരങ്ങൾ സ്വർഗത്തേക്ക് ഉയർത്തിക്കൊണ്ട് മുഴുവുള്ളത്തോടെ ആമേൻ, നല്ല മനസ്സോടെ നല്ല ഹൃദയത്തോടെ കർത്താവിന്റെ സന്നിധിയിൽ കൈകൾ ഉയർത്തി ഒന്ന് പ്രാർത്ഥിച്ചാണ്. ദൈവം ചെയ്ത ഉപകാരങ്ങൾ ഓർത്താൽ കർത്താവ് നമുക്ക് 2 കരവും പൊങ്ങാൻ ആമേൻ സാവകാശം തന്നു. ആ കർത്താവിനെ എങ്ങനെ സ്തുതിക്കാതിരിക്കും? എത്രയോ പേരുടെ സ്പീച്ച് നഷ്ടപ്പെട്ടു. അവർക്ക് വാ തുറക്കാൻ പറ്റും, പക്ഷേ ശബ്ദം പുറത്തേക്ക് വരുന്നില്ല. ഇന്ന് പകൽ ദൈവമക്കളെ ദൈവം ചെയ്ത ഉപകാരം ഓർത്താൽ എല്ലാവരും ഒരേപോലെ കർത്താവിനെ ഒന്ന് സ്തുതിച്ചാട്ടെ. ദൈവാത്മാവിന്റെ ആ വലിയ സാന്നിധ്യം കൊണ്ട് ഇന്ന് പകൽക്കാലം നിറയപ്പെടട്ടെ. ഹല്ലേലൂയ. നിങ്ങൾ പ്രതീക്ഷിക്കാത്ത വാതിലുകൾ കർത്താവ് നിങ്ങൾക്ക് വേണ്ടി തുറക്കാൻ പോകുകയാണ്. നിങ്ങളുടെ മുൻപിൽ അടഞ്ഞ വാതിലുകൾ കർത്താവ് ഇന്ന് പകൽക്കാലം തുറക്കാൻ പോകുന്നു. എതിരാളികൾ ഉണ്ടെങ്കിലും അത് തുറക്കാൻ കഴിവുള്ള യേശു കർത്താവ് നമ്മുടെ നടുവിൽ ഇറങ്ങി വന്നിട്ടുണ്ട്. ഹല്ലേലൂയ. കർത്താവ് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിന് നന്ദി. യേശുവിൻ നാമത്തിൽ തന്നെ. വാതില് തുറന്നു കിട്ടാൻ എല്ലാവർക്കും ഭയങ്കര ആഗ്രഹമാണ്, പക്ഷേ അതിന്റെ പിന്നിലുണ്ടാകുന്ന എതിരുകൾ സഹിപ്പാൻ പലർക്കും ഇഷ്ടമില്ല. പ്രൈസ് ഗോഡ്. ആര് എവിടെ ഒരു ഉന്നത തലത്തിൽ എത്തിയിട്ടുണ്ട്, അവരുടെ എല്ലാം ജീവിതത്തിൽ പ്രതികൂലങ്ങളിലൂടെയാണ് എത്തിയിട്ടുള്ളത്. ആ ഒരു ഉന്നത പൊസിഷനിൽ എത്താൻ വെമ്പൽ കൊള്ളുമ്പോൾ ആ പൊസിഷനിൽ എത്തുന്നതിന് മുമ്പ് ഒരുപാട് സ്ട്രഗിളിങ്ങിലൂടെ ഞാനും നിങ്ങളും പോയേ പറ്റത്തുള്ളൂ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒരു കളക്ടറുമായിട്ട് ചില ആഴ്ചകൾക്ക് മുമ്പ് ഞങ്ങൾ സംസാരിക്കുമ്പോൾ അദ്ദേഹം പറയുമായിരുന്നു, ഈ ഒരു പോസ്റ്റിൽ വരാൻ എന്റെ പഠനത്തിൽ വലിയ പ്രശ്നമുണ്ടായിരുന്നു. എനിക്ക് ഈ പോസ്റ്റ് കിട്ടിയപ്പോൾ ഒരു നല്ല സ്ഥലത്ത് അധിക നാൾ ഇരിക്കാൻ പറ്റത്തില്ല, അവിടുന്ന് പെട്ടെന്ന് തന്നെ ട്രാൻസ്ഫർ ചെയ്യും. അവൻ ഇന്നും താൻ പ്രശ്നങ്ങളിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. സ്തോത്രം. ഓരോ പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് നല്ലതാ, കാരണം അതെല്ലാം നമ്മെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുന്നു, അതെല്ലാം നമ്മെ ക്ഷമ പഠിപ്പിക്കുന്നു, അതെല്ലാം നമ്മളെ നല്ലവരാക്കി മാറ്റുന്നു. നമ്മുടെ ജീവിതത്തിലെ പ്രശ്നം നമ്മെ പുറകോട്ട് കളയുന്നതല്ല, നമ്മെ 1-ാം സ്ഥാനത്ത് എത്തിക്കുന്നതാ നമ്മുടെ എല്ലാ പ്രശ്നം. ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നതും ഇതുപോലെ തന്നെയാണ്. സ്തോത്രം. എനിക്ക് 55 വയസ്സായി. ഈ 31 വർഷമായി ശുശ്രൂഷയിലായിട്ട് ഇതുവരെ പോരാട്ടം എന്ന് പറയുന്ന ഒരു സംഗതി കുറഞ്ഞിട്ടില്ല, കൂടി വരികയാണ്. ഈ കൂടി വരുന്നതിനനുസരിച്ച് ശുശ്രൂഷയിൽ ശക്തിയുണ്ട്. അതെന്റെ പേഴ്സണൽ ലൈഫിലുള്ള അനുഭവമാണ്. സ്തോത്രം. എവിടെ ആർക്ക് പ്രശ്നം വന്നിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഞാനൊരു വലിയ സഭയുടെ ഭാഷയുമായിട്ട് സംസാരിച്ചു. ഞാൻ ഓർത്തു, ഈ 1.5 ലക്ഷം പേര് കൂടുന്ന ഈ സഭയുടെ ഭാഷ ഇതെങ്ങനെ വന്നിതെല്ലാം എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം 50 വർഷമായിട്ടുള്ള ഭാഷയാണ്. പക്ഷേ അദ്ദേഹത്തോട് ഞാൻ ചോദിച്ചാൽ പറയാം, പുള്ളിക്ക് 27 ആണോ 17 ആണോ അധികം പറഞ്ഞു കേസുണ്ടോ. അത് സഭയോട് ബന്ധപ്പെട്ട ആത്മീക ശുശ്രൂഷയോട് ബന്ധപ്പെട്ടാണ്. മതപരിവർത്തനം എന്ന് പറയുന്ന വിഷയത്തോടൊക്കെ ബന്ധപ്പെട്ട ഇങ്ങനെ ഇഷ്ടം പോലെ കേസുകളാ. ഞാൻ ചോദിച്ചു, എങ്ങനെയുണ്ട് ഇപ്പൊ ജീവിതം
ഇപ്പോൾ അന്ന് പ്രാർത്ഥിച്ചതിനേക്കാൾ ഒന്നുകൂടെ പ്രാർത്ഥിക്കാൻ പറ്റും. ഇപ്പോൾ അന്ന് അരമണിക്കൂറാണ് പ്രാർത്ഥിച്ചെങ്കിൽ ഇന്ന് 1 മണിക്കൂർ പ്രാർത്ഥിക്കാൻ പറ്റുന്നുണ്ടെന്ന് പറഞ്ഞോളെ. നമ്മെ പ്രാർത്ഥനയിൽ ആമേൻ വിശാലതയിലേക്ക് കൊണ്ടുവരുന്നതാണ് നമ്മുടെ പ്രശ്നം. പ്രൈസ് ഗോഡ്. എന്തെങ്കിലുമൊക്കെ പ്രോബ്ലംസ് വരുമ്പോൾ തളർന്നു പോകാതെ മുട്ടയിൽ നിന്ന് പ്രാർത്ഥിക്കാൻ നാം തയ്യാറാകണം. 2 കൈയും സ്വർഗത്തേക്ക് ഉയർത്തി പ്രാർത്ഥിക്കാൻ നാം തയ്യാറാകണം. അങ്ങനെ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതം പുറകോട്ടല്ല, അവൻ മുമ്പോട്ടായിരിക്കും. പരാജയമല്ല, അതൊരു വിജയമാണ്. അവൻ ഒരു ആത്മീകൻ പ്രതികൂലങ്ങളെ കണ്ട് പുറകോട്ട് പോകത്തില്ല. ഒരാത്മീകൻ പ്രതികൂലങ്ങളെ കണ്ടിട്ട് ബൈബിള് താത്തു വെക്കത്തില്ല. ഒരാത്മീകൻ പ്രതികൂലങ്ങളെ ഫേസ് ചെയ്യാൻ കഴിവുള്ളവനായിരിക്കും. പ്രൈസ് ദി ലോർഡ്. പ്രശ്നം ഏതെങ്കിലും ഒക്കെ മേഖലയിൽ ആർക്കെങ്കിലും ഒക്കെ എപ്പോഴെങ്കിലും ഒക്കെ വന്നുകൊണ്ടിരിക്കും. വരുന്നത് നല്ലതാണ്. എന്റെ ജീവിതത്തിലെ പ്രശ്നമെല്ലാം കർത്താവ് ആഗ്രഹിക്കുന്ന നിലയിൽ ഒരു കൊണ്ടുവരാനായിരുന്നു. നിങ്ങളുടെ ജീവിതത്തിലെ പ്രശ്നം നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ പോകാനല്ല, കർത്താവ് ആഗ്രഹിക്കുന്നത് പോലെ. അതെ, കർത്താവ് ആഗ്രഹിക്കുന്നത് പോലെ പോകാൻ വളരെ നല്ലതാണ്. സ്തോത്രം. എന്തിനാണ് മരുഭൂമിയിൽ വന്ന് ഇവിടെ വന്ന് പ്രശ്നം വന്നത്? നാട്ടിലില്ലാത്ത പ്രശ്നം ആമേൻ അബുദാബിയിൽ വന്നപ്പോൾ ക്രിയേറ്റ് ചെയ്തു, സ്റ്റാർട്ട് ചെയ്തു. എന്തിനാണെന്നറിയാമോ? ഈ കർത്താവിനെ അറിയാനാണ്, ഈ കർത്താവിനെ സ്തുതിക്കാനാണ്. പ്രൈസ് ഗോഡ്. ഈ വായിച്ച വേദഭാഗത്തേക്ക് നമുക്ക് വേഗത്തിൽ ഓടി വരാം. സ്തോത്രം. ആമേൻ. ആമേൻ. ഇവിടെ എഴുതിയിരിക്കുന്നു, നമ്മുടെ ജീവിതത്തിലെ ആമേൻ വലുതും സമരവുമായ ഒരു വാതിൽ കർത്താവ് തുറന്നിരിക്കുന്നു. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? വാതിൽ തുറന്നെന്ന് എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? 2014 വാതിലല്ല 2015, 2015 വാതിലല്ല 2016. ഇതുവരെ നിങ്ങളുടെ മുൻപിൽ തുറക്കപ്പെടാത്ത വാതിൽ കർത്താവ് നമുക്ക് വേണ്ടി തുറക്കപ്പെടാൻ പോവുകയാണ്. വാതിൽ തുറക്കാൻ പോവുകയാണെന്ന് പറയുമ്പോ നമ്മൾ സന്തോഷിക്കണം. നമ്മൾ സന്തോഷിച്ച് തുള്ളി ചാടുന്നവരായിരിക്കണം. ഞാന് ഇന്തോനേഷ്യയില് സുറബയ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു 1-2 മാസം മുമ്പ് ഞങ്ങൾ കുടുംബമായിട്ട് എല്ലാവരും ആയിരിക്കുമ്പോൾ ഒരു ദൈവദാസൻ അവിടെ വന്നു. സ്തോത്രം. അദ്ദേഹത്തിന്റെ വീട് സ്തോത്രം US-ലാണ്. ആ ദൈവദാസൻ എന്നോട് ഒരു ദൂത് പറഞ്ഞു, നിന്നെ ഡെൻമാർക്കിന് വിടാൻ പോവുകയാണെന്ന് പറഞ്ഞു. സ്തോത്രം. എനിക്ക് പെട്ടെന്ന് അത് എവിടാന്ന് ക്ലിക്ക് ചെയ്തില്ല. ആ സ്ഥലം ആമേൻ അധികം കേൾക്കാത്ത ഒരു സ്ഥലമായോണ്ട് ക്ലിക്ക് ചെയ്തില്ല. രണ്ടാമത് അദ്ദേഹം പറഞ്ഞു, ആമേൻ അതുവഴി നിന്നെ ഇറ്റലിയിൽ വിടാൻ പോവുകയാണ്. അതുവഴി. ദൈവം പറയുന്ന വാക്കും ആമേൻ ഒന്നും തെറ്റത്തില്ല. വാക്ക് ആമേൻ നമ്മുടെ മേൽ കർത്താവ് അത് ക്രിയേറ്റ് ചെയ്യും. കർത്താവ് ഒരു കാര്യം നമ്മളോട് പറയുന്നത് നാം ചിന്തിക്കുന്നത് നമ്മുടെ 55-ാമത്തെ വയസ്സിലാണ്. കർത്താവ് പ്ലാൻ ചെയ്ത് അമ്മയുടെ ഉദരത്തിലായിരിക്കുമ്പോഴേ കർത്താവ് അത് പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുക. എന്റെ മൂത്ത മോൻ പറഞ്ഞു, പപ്പ അടുത്ത പുതിയ സ്ഥലം വിസിറ്റ് ചെയ്യാൻ പോവാണല്ലോ എന്ന് പറഞ്ഞ് ഞങ്ങൾ ഇങ്ങനെ വന്ന് വീട്ടിൽ ഞങ്ങൾ താമസിക്കുന്ന ആ ഹോട്ടലിൽ ഇങ്ങനെ വന്ന് അവിടെ ഇരിക്കുമ്പോൾ ആമേൻ തൊട്ടടുത്തടുത്ത മുറിയിൽ വേറെ ചില പാസ്റ്റേഴ്സ് താമസമുണ്ട്. ഞങ്ങളൊരു കോൺഫറൻസിൽ പോയതാണ്. ആ കോൺഫറൻസിന് അറ്റൻഡ് ചെയ്യാൻ വന്ന ഒരു ദൈവദാസൻ എനിക്ക് ക്ഷയിക്കാൻ എന്നിട്ട് പറഞ്ഞു, ഞാൻ ഡെൻമാർക്കിൽ നിന്ന് വന്നതാണ്. പെട്ടെന്ന് എനിക്ക് നീ പറഞ്ഞു ഒന്നും തെറ്റല്ല, ഞാൻ ഒന്നും അനങ്ങാൻ പോയില്ല. അത് കഴിഞ്ഞ് ഞങ്ങള് വണ്ടിയിലോട്ട് കയറാൻ ചെന്നപ്പോ പല വണ്ടി വന്നിരിക്കും. ഞങ്ങൾ ഒരു വണ്ടിയിലോട്ട് കയറിയപ്പോ ഞങ്ങളുടെ കൂടെ വേറൊരു പാസ് കയറി. ആ പാസ് ഇറ്റലിയിൽ വന്നതാണ്. ആ ദൈവദാസൻ പറയാണ്, ഞാൻ ഇറ്റലിയിൽ നിന്ന് വന്നതാണ്, കോൺഫറൻസിന് വന്നതാണ്. ഞാൻ അന്ന് മീറ്റിംഗ് കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ ഇവർ 2 പേരും അന്ന് വൈകിട്ട് എന്റെ റൂമിൽ വന്നിട്ട് പറഞ്ഞു, ഡെൻമാർക്കിൽ പാസ് വരണം. മറ്റേ പാസ് വന്ന് പറഞ്ഞ് ഇറ്റലി വരണം. ഞാൻ പറഞ്ഞു 2 പേരിപ്പം വിളിച്ചിരിക്കുക. ഏറ്റവും നല്ല വഴിയാ ആദ്യം ഡെൻമാർക്കിൽ പോവാ, അതുവഴി ഇറ്റലി കൂടെ ഇന്ത്യക്ക് പോവാ. എന്റെ പ്രോഗ്രാം ഫിക്സ് ചെയ്തു. ഞങ്ങൾക്ക് പോകാനുള്ള വിസ ഒഴിച്ചു. ഞാൻ ഓർപ്പിച്ചത് വേറെ ഒന്നുമല്ല, ദൈവം പറഞ്ഞാൽ അത് സംഭവിക്കും. വാതിൽ തുറക്കുമെന്ന് പറഞ്ഞാൽ അടയ്ക്കാനുള്ളവരാ മനുഷ്യര്, പക്ഷെ കർത്താവ് തുറക്കാനിരിക്കുക. ഈ നമ്മളോട് ഈ ആൾക്കാർക്ക് ഈ വലിയ അസൂയ എന്താണെന്നറിയോ? ഈ കുഴിക്കുമ്പോ വലിയ അസൂയല്ല, വെള്ളം കണ്ടാലേ അസൂയ.
നിങ്ങൾക്കൊരു ജോലി കിട്ടാൻ പോവാന്ന് പറഞ്ഞാൽ വലിയ അസൂയയില്ല. ജോലി കിട്ടി ശമ്പളം മേടിക്കുമ്പോൾ അസൂയ. വീട് വെക്കാൻ പോവാന്ന് പറഞ്ഞാൽ വലിയ അസൂയയില്ല. വീട് വെച്ച് കഴിയുമ്പോൾ അസൂയ. സ്തോത്രം. പറഞ്ഞ ഒരു കാര്യം ഓർത്തോണം, ഉണ്ടാകട്ടെ, റിസൾട്ട് ഉണ്ടായിട്ടല്ലേ അപ്പുറത്ത് അസൂയ. റിസൾട്ട് കാണുമ്പോൾ പിശാചിന് അസൂയ വരും. ഇസഹാക്ക് കിണറ് കുഴിക്കുന്നതിന് മുമ്പ് വല്ല കുഴപ്പമുണ്ടായിരുന്നോ? ഇസഹാക്ക് കിണറ് കുഴിച്ച് വെള്ളം കണ്ടപ്പോൾ അവനോട് ശത്രുതയുണ്ടായി. അവിടെ വന്നിട്ടല്ലേ ആ കിണറ് മൂടാൻ നോക്കിയത്, ആ കിണറ് മൂടിയത്. പക്ഷെ ഒരു കാര്യമുണ്ട്, എത്ര മൂടിയാലും നിനക്കുള്ള അവകാശം നിനക്കാ. എനിക്കുള്ള അവകാശം എനിക്ക് വേണ്ടിയാണ്. ഇന്ന് പകൽക്കാലം മൂടിയ കിണറിനെ ഓർത്ത് ചിന്തിച്ച് വ്യാകുലപ്പെടേണ്ട. പുറകോട്ട് കരുതകാലങ്ങളിൽ കിട്ടിയ വേദനകളോർത്ത് ഭാരപ്പെടേണ്ട. മുമ്പിൽ വെച്ചിരിക്കുന്ന ആ വലിയ വീഴ്ന്ന്, ആ വലിയ വാഗ്ദത്തം, ആ വലിയ ബ്ലെസ്സിംഗ് ഓർത്ത് കർത്താവിനെ കരമടിച്ചൊന്ന് സ്തുതിച്ച് ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അവൻ വലുതും സഫലവുമായ ഒരു വാതിൽ. നിങ്ങൾക്ക് എത്ര പേർക്ക് അത് കാണാൻ പറ്റുന്നുണ്ട്? നിങ്ങളുടെ മുമ്പിൽ കർത്താവ് തുറന്നിരിക്കുന്ന വാതിൽ വലുതാണോ ചെറുതാണോ? വലുതാണോ ചെറുതാണോ? അത് ആരെ കൊണ്ടും അടയ്ക്കാൻ പറ്റത്തില്ല. കാരണം രണ്ട് കൈ കൊണ്ട് കർത്താവ് തുറന്നു പിടിച്ചു വെച്ചിരിക്കുക. ഇനി ലോകത്തിലുള്ള ഏതെല്ലാം ശക്തി, ഏതെല്ലാം പിശാച്, ഏതെല്ലാം ആഭിചാരകന്മാർ, ഏതെല്ലാം എതിരാളികൾ അടയ്ക്കാൻ നോക്കിയാലും തുറന്നവൻ അത് തുറന്നു വെക്കാൻ കഴിവുള്ളവരാണ്. ഈ പ്രാർത്ഥന കഴിയുമ്പോൾ ഇതിനകത്തിരിക്കുന്ന ചിലരുടെ അടഞ്ഞ വാതിൽ തുറക്കാൻ പോവുക. ചിലർക്ക് ശുശ്രൂഷയ്ക്കുള്ള വാതിൽ തുറക്കാൻ പോവുക. ഇതുവരെ പോയിട്ടില്ലാത്ത ഇടങ്ങളിൽ അവൻ പരിശുദ്ധാത്മാവ് അവൻ കടത്തിവിടാൻ പോവുകയാണ്. പക്ഷെ ദൈവാത്മാവി ബെൽഗാമിൽ പോകും. ബെൽഗാമിലേക്ക് ഒരു വാതിൽ കർത്താവ് തുറക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതിനടുത്ത ഒരു സ്ഥലമാണ് ഷിമാവ്. അവൻ ദൈവം കണക്റ്റഡ് ആയിട്ട് ചില വാതിൽ ഈ ദിവസങ്ങൾ തുറക്കും. ഒരു യാത്രയ്ക്ക് പുറപ്പെടുമ്പോൾ പല യാത്രകൾ മുൻപിൽ വരും. ഇന്ത്യയുടെ പട്ടണങ്ങളിൽ മാത്രമല്ല, പല രാജ്യങ്ങളിലേക്ക് പരിശുദ്ധാത്മാവ് വാതിൽ തുറക്കാൻ പോവുകയാണ്. In the name of Jesus. Hallelujah, hallelujah. നിങ്ങൾ പ്രതീക്ഷിച്ചു നിങ്ങളുടെ വാതിലടഞ്ഞെന്ന്, നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ വാതിലടഞ്ഞെന്ന്, നിങ്ങളുടെ ബിസിനസിന്റെ വാതിൽ, നിങ്ങളുടെ പല പ്രവർത്തനങ്ങളുടെ വാതിൽ അടഞ്ഞു എന്ന് നിങ്ങൾ ചിന്തിച്ചു. പക്ഷേ ഇന്ന് രാത്രി കർത്താവ് അത് ഓപ്പൺ ചെയ്യുകയാണ്. ഇനിയും വാതില് വേണ്ടെന്നാലും പറയരുത്. വലുതൊന്നും തുറക്കാൻ പോവാ. തുറന്നാൽ എതിരുണ്ടെന്ന് ഓർത്തോണം. എതിര് വേണ്ടെന്നും പറയണ്ട. എതിര് വന്നാൽ വാതിൽ ഉറപ്പുള്ളതായിരിക്കും. എതിര് വന്നാൽ വാതില് ശക്തിയുള്ളതായിരിക്കും, ബ്ലെസ്സിംഗ് ഉള്ളതായിരിക്കും. സ്തോത്രം. ഞാൻ പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ചതിന്റെ 3-ാമത്തെ ദിവസം എനിക്ക് പിശാചാണ്, ഇത് ഭൂതമാണെന്ന് പറഞ്ഞ് കേട്ടയാളാ ഞാൻ. എനിക്ക് 22 വയസ്സേ ഉള്ളൂ. പക്ഷേ ആ കൊച്ചു പ്രായത്തിൽ ഭയങ്കര അടി എനിക്ക് കിട്ടി. ഞാൻ പോകുന്നില്ല, പ്രാർത്ഥിക്കാനും പോകുന്നില്ല. എന്റെ അമ്മ പറഞ്ഞു, ഭാഷയോട് പറയുന്നത് ഞാൻ കേട്ട്, ഇവനെ എന്ത് കഷ്ടപ്പെട്ടാവുന്ന പള്ളി കൊണ്ടുവന്നത്. പള്ളി കൊണ്ടുവന്ന് ഇതെല്ലാം കിട്ടിക്കഴിഞ്ഞപ്പോ പള്ളിക്കകത്തു നിന്ന് തന്നെ ഭയങ്കര അടിയാണ്. എനിക്ക് ഞായറാഴ്ച പോണമെന്നില്ല. അതോ എഴുന്നേറ്റ് നിൽക്കാൻ വയ്യാത്ത ഒരു അമ്മച്ചിയാ എന്നോട് നേർക്ക് നോക്കി പറഞ്ഞു, ഇവൻ എന്തോ ഒരു ഭൂതമുണ്ടോ. കാരണം എന്താണെന്നറിയാമോ, ഞാൻ ജനിക്കുന്നതിന് മുമ്പുള്ള സഭയാ. ആ സഭയ്ക്കകത്ത് ഈ അന്യഭാഷ കൂടുതൽ പറഞ്ഞാൽ ദഹിക്കത്തില്ല. 12 എന്ന് പറഞ്ഞാൽ 12 ആകുമ്പോൾ നിർത്തിക്കോണം, അല്ലെ പാർശ്വക്ക് അടുത്ത വർഷം സ്ഥലമാറ്റമാണ്. അങ്ങനത്തെ ഒരു സഭയിലാണ് ഞാൻ ജനിച്ചത്. അതുകൊണ്ട് എനിക്ക് അങ്ങോട്ട് പോകാൻ വലിയ ഇഷ്ടമില്ല. തത്തിപ്പത്തിയൊക്കെ ചെന്നൊരു അഭിഷേകമൊക്കെ പ്രാപിച്ചു കഴിഞ്ഞപ്പോ ഭൂതമാണെന്നുള്ള വിളി കിട്ടി. പക്ഷെ ആ വിളി എന്റെ ഉന്നതിയിലേക്ക് കൊണ്ടുപോയി. ആ അമ്മച്ചി പലരോട് പറഞ്ഞു, പലരും പറഞ്ഞു, ഇതങ്ങ് പരന്നങ്ങ്. സ്തോത്രം. ഈ 3-ാമത്തെ ദിവസം ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അടുത്ത 3-ാമത്തെ ദിവസം ഞങ്ങളുടെ സഭയിൽ ആദ്യമായിട്ടൊരു ഭൂതം ഇറങ്ങി.
വർഷങ്ങൾക്ക് ശേഷം ഞാൻ കണ്ടിട്ടുമില്ല, കേട്ടിട്ടില്ല, ഭൂതമിളകി. പിന്നെ എന്നോട് എന്റെ വീട്ടുകാരെല്ലാം പറഞ്ഞാൽ നീ പ്രാർത്ഥനയ്ക്ക് പോകണമെന്നൊക്കെ പറഞ്ഞു. ഞാൻ അവിടെ ചെന്നപ്പോൾ ഈ ഭൂതം അവിടെ കാണിക്കുന്ന വൃത്തികേട്, ഒരു കത്തി കയ്യിലിപ്പോൾ ഒരു വെട്ടുകുത്തി, ഈ ഒരു സ്ത്രീയെ പേടിച്ച് എല്ലാവരും എഴുന്നേറ്റ് നിൽക്കുക. അവസാനം ഈ ഭൂതം പിടിച്ച സ്ത്രീ ജനലേക്കട കയറി, ആർക്കും പിടിക്കാൻ പേടി, എല്ലാരും മാറി നിൽക്കുകയാണ്. ദൈവം നിന്റെ മുമ്പിൽ വാതിൽ തുറക്കുമ്പോ എതിരുണ്ട്, പക്ഷെ എതിരിന്റെ മുമ്പിൽ നീ മാനിക്കപ്പെടും. അവൻ എന്താ ചെയ്തതെന്നറിയാവോ? എനിക്കിതിനെ കുറിച്ചൊന്നും ട്രയലില്ല, ആരും ചെയ്ത് കണ്ട് പരിചയമില്ല. ആ ഭൂതം പറയുകയാണ്, ദേണ്ട വന്നിരിക്കുന്നു ഒരു അഭിഷക്തൻ. ഇത് കേട്ടപ്പോ എന്റെ അകത്തെ ആത്മാവ് കത്തി. ഞാൻ പറഞ്ഞു യേശുവിന്റെ നാമത്തിൽ ഇറങ്ങാൻ പറഞ്ഞു. ഇറങ്ങിയില്ല, പടുക്കോന്ന് വീണു. പിന്നെ മീറ്റിംഗ് തീരുന്ന വരെ പൊങ്ങിയിട്ടില്ല. അത് കഴിഞ്ഞ് ചോദിച്ചു എവിടുന്നാ വന്നെന്ന് ചോദിച്ചു. 2-3 ചോദ്യം ചോദിച്ചു. അറിയാവുന്ന നിലയിൽ പറഞ്ഞു എനിക്ക് ഇരിക്കാൻ പറ്റുന്നില്ല, ചോദ്യം കേട്ടിട്ട് ഇവിടെ നിൽക്കാനും തോന്നില്ല, തീയാ പോവാന്ന് പറഞ്ഞു. അന്ന് നോക്കിയ അന്ന് മുതല് മൂന്നെന്ന് വിളിച്ചവൻ എന്നെ പിന്നെ മോനേന്നാ വിളിക്കും. നിന്റെ മുമ്പിൽ എതിരുണ്ട്, പ്രശ്നമുണ്ട്, വാതിൽ അടഞ്ഞതുപോലെ തോന്നും, പക്ഷേ കർത്താവ് ഒരു വാതിൽ തുറക്കും. ഇന്ന് പകൽ മിനിസ്ട്രിയിൽ വേദനപ്പെട്ടിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, അവൻ കുടുംബത്തിൽ വേദനപ്പെട്ടിരിക്കുന്നവരുണ്ടെങ്കിൽ, അവൻ ഒറ്റയ്ക്കിറങ്ങി വേദനപ്പെട്ടിരിക്കുന്നവരുണ്ടെങ്കിൽ വേദനപ്പെടണ്ട. നിന്റെ വേദന സന്തോഷമാകാൻ പോവുക. നിന്റെ വേദന അവൻ ആർപ്പാകാൻ പോവുക. അത് കർത്താവ് അതിന്റെ വാതിലുകൾ തുറക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് പകൽ കർത്താവ് തുറക്കുന്ന വാതിൽ ആർക്കും അടയ്ക്കാൻ പറ്റത്തില്ല. ഇന്ന് പകൽ ജോലിയിൽ ഒരു പുതിയ വാതിൽ തുറക്കാൻ പോകുന്നു. അങ്ങനെ ആഗ്രഹിക്കുന്ന ആരൊക്കെ ഇവിടെയുണ്ട്? ഇന്ന് പകൽ കർത്താവ് അവർക്കൊരു വാതിൽ തുറക്കാൻ പോവുക, ഒരു വാതിൽ തുറക്കാൻ പോവുക. നിങ്ങൾ പ്രതീക്ഷിക്കാത്ത വാതിൽ, നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ബ്രദർ, ഒരു വാതിൽ കർത്താവ് തുറക്കാൻ പോവുക. നിന്റെ ചിന്തയ്ക്ക് അപ്പുറത്ത് ഒരു വാതിൽ കർത്താവ് തുറക്കാൻ പോവുക. അതാർക്കും അടയ്ക്കാൻ പറ്റത്തില്ല. ഓ ജീസസ്, ഈ ദേശത്ത് വന്നിട്ട് ഇതുവരെ ഒരു നന്മ പ്രാപിക്കാൻ പറ്റാത്ത ചിലർ ഇന്ന് പകൽ ഈ മീറ്റിംഗിനകത്തുണ്ട്. കർത്താവ് നിങ്ങൾക്ക് വേണ്ടി ഒരു വാതിൽ അനുഗ്രഹത്തിൻ്റെത് ഇന്ന് പകൽ അത് തുറക്കാൻ പോവുക. നിങ്ങളുടെ ചിന്തയ്ക്ക് അപ്പുറത്ത്, നിങ്ങളുടെ പ്രവർത്തനത്തിന് അപ്പുറത്ത് കർത്താവ് ഒരു വാതിൽ തുറക്കാൻ പോവുക. അങ്ങേ അറ്റത്തിരിക്കുന്ന പരിശുദ്ധാത്മാവ് നിന്നോട് ഓർപ്പിക്കുന്നു, നിന്റെ ജീവിതത്തിൽ അസാധാരണമായ ഒരു വാതിൽ കർത്താവ് നിനക്ക് വേണ്ടി തുറക്കാൻ പോവുക. നിന്റെ ജീവിതത്തിൽ, നിന്റെ കുടുംബത്തിൽ നീ ഒരു സ്പെഷ്യൽ വ്യക്തിയായിരിക്കും. 2016 നിനക്ക് ചില പ്രത്യേക വാഗ്ദത്തങ്ങളുടെ പുറംപോടുകൾ പരിശുദ്ധാത്മാവ് പൊട്ടിക്കാൻ പോവുക. പരിശുദ്ധാത്മാവ് ഒരു മലയാളി കോൺഗ്രിഗേഷന് മാത്രമല്ല, നിന്നെ ഒരു ഇംഗ്ലീഷ് കോൺഗ്രിഗേഷനിലും ദൈവത്തിന് നിന്റെ മേൽ ഒരു അഭിഷേകത്തോട് നിർത്താനുണ്ട് എന്ന് പരിശുദ്ധാത്മാവ് ഓർമ്മിക്കുകയാണ്. നിനക്ക് പ്രോപ്പർട്ടി സംബന്ധമായ ചില വിഷയത്തിൽ ദൈവം ചില ഡിസൈൻ ചെയ്ത് ചില കാര്യം ചെയ്യാൻ പരിശുദ്ധാത്മാവ് നിനക്ക് ചില വാതിലുകൾ തുറക്കും. 2, അവൻ നീ ജോലി ചെയ്താലും മിഷൻ വർക്ക് ചെയ്താലും അവിടെ എല്ലാം ഒരു സ്പെഷ്യൽ ദൈവപ്രവൃത്തി നിനക്കുണ്ടാകും. നീ എവിടെ വർക്ക് ചെയ്താലും നിന്റെ അധികാരികളുടെ മേൽ അവൻ ഒരു പ്രത്യേക അധികാരം ദൈവം നിനക്ക് തരും. മീൻസ് അതിന്റെ അർത്ഥം ഒരു ഇൻഫ്ലുവൻസ് ദൈവം നിനക്ക് തരും. അലയാ ദുരാജന ശബ്ദൽ പ്രവാചന. എന്നാൽ നീ പ്രാർത്ഥിച്ചോ, ഒരു സർട്ടൻ പീരീഡ് ദൈവം ഇവിടെ നിന്നെ നിർത്തിയാലും അടുത്ത ഒരു പീരീഡ് മറ്റൊരു വൈദേശിക രാജ്യത്ത് ദൈവം നിന്നെ കൊണ്ടെത്തിക്കും. ദൈവം നിനക്ക് വേണ്ടി ചില സ്പോൺസർ ലെറ്ററുകളുമായി നീ ചില എംബസികളുടെ മുൻപിൽ നിൽക്കുന്ന ഒരു വെളിപ്പാട് പരിശുദ്ധാത്മാവ് കാണിക്കുകയാണ്. ഒരു കെട്ടുപണിയുടെ വർഷമാണ് 2016. അതിലേക്ക് പരിശുദ്ധാത്മാവ് നിന്നെ തെള്ളാൻ പോവുക. ആത്മാവ് നിന്നെ പോക്കാൻ പോവുക.
നീ ഒരു പ്രവാചക തലത്തിലേക്ക് ഒരു പ്രവാചക തലത്തിലേക്ക് എന്നതുപോലെ ദൈവത്തിന്റെ ആത്മാവ് നിന്നെ പോക്കി എറിയാൻ പോവാ. ഓ ജീസസ്, ഇന്ന് പകൽ ആ ബ്രദറിന് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാൻ ഒരു ആത്മനിയോഗം എനിക്കുണ്ട്. ഓ രക്തത്താഴ്ച മുമ്പോട്ട് വന്നാട്ടെ. ഇന്ന് പകൽ ചില ദൈവ നിയോഗത്തിൽ ചില കാര്യങ്ങൾ കർത്താവ് നിങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ പോവുകയാണ്. നസ്രേനായ യേശുവേ, ഈ മകനെ അനോയിന്റ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ഐ ലവ് യു ഡാഡി, ഐ ലവ് യു, ഐ ലവ് യു. ഇന്ന് പകൽ അങ്ങയുടെ തീ, അഭിഷേകത്തിന്റെ തീ, അനുഗ്രഹത്തിന്റെ തീ, ആ പ്രമോഷന്റെ തീ തന്റെ മേൽ ഇറങ്ങട്ടെ. ലോർഡ് ജീസസ്, നീ ഒരു അപ്പോസ്തലനാക്കി ദൈവം മാറ്റും. നീ ചില ഇടങ്ങളിലെല്ലാം ട്രാവൽ ചെയ്ത് പോയി മടങ്ങി വരുമ്പോൾ ആ മടക്ക യാത്ര ചില യാത്ര ചെയ്യുന്ന വാഹനങ്ങളിൽ ചില മിറക്കിൾസ് കർത്താവ് ചെയ്യാൻ പോവാ. നിന്റെ മുമ്പിൽ ഒരു വിരുന്ന് സമയമുണ്ട്. അതിലേക്ക് നീ കാലൂന്നാൻ പോവുക. യോഹന്നാൻ 11 ദുഃഖ ചാപ്റ്റർ ആണെങ്കിൽ മകനെ 12 അതൊരു വിരുന്ന് ചാപ്റ്റർ. നിന്റെ മുൻപിൽ ചില ചാപ്റ്ററുകൾ പരിശുദ്ധാത്മാവ് ഇന്ന് പകലത് ഓപ്പൺ ചെയ്യുക. ഒരു മഞ്ഞുള്ള നവംബർ മുതൽ സ്തോത്രം ഏപ്രിൽ മെയ് വരെ ഒക്കെ തണുപ്പിൽ സഞ്ചരിക്കുന്ന ചില സ്ഥലങ്ങളിൽ ദൈവത്തിന്റെ ആത്മാവിനെ വിടാൻ പോകുകയാണ്. അതിന്റെ വ്യത്യസ്തത പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്താൻ പോകുകയാണ്. യേശുവിന്റെ നാമത്തിൽ ഈ മകനെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്ന് മുതൽ ഇവന്റെ വാക്ക് ഒരു തീയുടെ വാക്കാകട്ടെ. ഇന്ന് മുതൽ ഇവന്റെ വാക്ക് ഒരു അനോയിന്റിങ്ങിന്റെ വാക്കാകട്ടെ. ഇന്ന് മുതൽ ഇവന്റെ വാക്ക് പ്രോഫറ്റിക് ഗിഫ്റ്റ് ഓപ്പറേറ്റ് ചെയ്യുന്ന ജോർജ് നിന്റെ ജീവിതത്തിൽ അമൂല്യമായ ചിലത് എഴുതാൻ ചില കീ നിന്റെ കയ്യിൽ തരും. ചില വ്യക്തിത്വങ്ങളെ നിന്നോടൊപ്പം നിർത്തി ഞാൻ ആത്മീയത്തിൽ നിന്നെ ബിൽഡ് ചെയ്യും എന്ന് പരിശുദ്ധാത്മാവ് ഓർപ്പിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിച്ചു ബ്ലസ് ചെയ്യുന്നു. ഇന്ന് പകൽ ഇവിടെ ഇരിക്കുന്ന ജനമേ, അവൻ വാതിൽ തുറക്കപ്പെടുന്നു. ശത്രു വെട്ടിയടച്ചത്, ശത്രു കൊട്ടിയടച്ചത് ഇനി തുറക്കത്തില്ല എന്ന് പറഞ്ഞ ചില വാതിലുകൾ പരിശുദ്ധാത്മാവിന് തുറക്കാൻ പോകുക. ഇന്ന് പകലത് തുറക്കാൻ പോവുക. ഏറിയ വർഷങ്ങളായിട്ടുള്ള നിന്റെ പ്രാർത്ഥനയുടെ റിസൾട്ട് ഇന്ന് പകലത് വെളിപ്പെടാൻ പോവുക. ഇതുവരെ വെളിപ്പെടാതിരുന്നത് മുഴുവനും അത് വെളിപ്പെട്ടു വരാൻ പോകുക. ഹല്ലേലൂയ. അടുത്തിരിക്കുന്നവരെ കൈ എടുത്തിട്ടുണ്ടോ? വാതിൽ തുറന്നിരിക്കുന്നു. അടുത്തിരിക്കുന്നവരൊക്കെ കൈ കൊടുത്തിട്ട് പറ, വാതിൽ തുറന്നിരിക്കുന്നു. വാതിൽ വർഷങ്ങളായി പല കാര്യങ്ങളും ചെയ്തിട്ടും അതിൻ്റെതായ ഒരു നീക്കം വരാതിരിക്കുന്ന മേഖലകളിൽ നീ മിറക്കിൾസ് കാണാൻ പോവോ. നിന്റെ ജീവിതത്തിന്മേൽ ചില ബിസിനസ് ബന്ധങ്ങൾ, ചില ഉന്നതിയുടെ അനുഭവങ്ങൾ പരിശുദ്ധാത്മാവ് നിനക്ക് തരാൻ പോവുക. നിനക്ക് വേണ്ടി വഴികൾ ദൈവം തുറക്കും, വാഗ്ദത്തങ്ങൾ തുറക്കും. അത് തന്നെയുമല്ല, നിന്റെ ജീവിതത്തിൽ ചില മ്യൂസിക് നന്മകൾ ദൈവം നിനക്ക് വേണ്ടി വെളിപ്പെടുത്തും. അനേകരെ ഒരുക്കുന്ന മേഖലകൾ ഈ ദിവസങ്ങൾ ചില പ്രത്യേക രജിസ്ട്രേഷൻ ഒക്കെ ദൈവത്തിന്റെ ആത്മാവ് നിനക്ക് വേണ്ടി ഒരുക്കി തരും. മെട്രോ സിറ്റിയുമായി ഉള്ള ചില നന്മയുടെ വാഗ്ദത്തങ്ങൾ ഞാൻ നിനക്ക് പറയാൻ പോകും. പ്രവാദനം ചെയ്യാതെ അതിലേക്ക് നിന്നെ പൊക്കുമ്പോൾ നീ ഒരു അനുഗ്രഹത്തിലേക്ക് ഉദിക്കാൻ പോവുക. ദൈവത്തിന്റെ ആത്മാവ് ചില നൈജീരിയൻസുമായിട്ടുള്ള ബന്ധങ്ങൾ, ആഫ്രിക്കൻസുമായിട്ടുള്ള ബന്ധങ്ങൾ, പുതിയ വഴികൾ ഓരോന്നും ദൈവം തുറക്കാൻ പോവുകയാണ്. നീ പ്രാർത്ഥനയിൽ അധികം ശക്തിപ്പെട്ടു
ഇരുളവന്റെ മണ്ഡലങ്ങളെ പ്രകാശമാനമാക്കും. നിന്റെ ജീവിതത്തിൽ ജൂലിയസ് ചില ആഫ്രിക്കൻ വ്യക്തികളുമായി ഒക്കെയുള്ള ബന്ധങ്ങൾ നിനക്ക് ദുബൈയുമായിട്ടുള്ള ചില ബന്ധങ്ങൾ പരിശുദ്ധാത്മാവ് നിനക്ക് വേണ്ടി പകർന്നു തന്ന് ഒരു ദീർഘദൂരം യാത്രയ്ക്ക് ഒരു പട അടുത്തു വരുമെന്ന് മനസ്സിലാക്കി ശക്തി ഏറ്റെടുത്ത് നീ മുന്നോട്ട് വയ്ക്കുക. പട നിന്നെ തൊടത്തില്ല. പട നിന്റെ അടുത്തേക്ക് വരുമ്പോൾ യഹോവ നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യും. യഹോവ നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യും. നീ അത്ഭുതങ്ങൾ കാണാൻ പോവുക. കർത്താവ് നിനക്ക് വേണ്ടി ഒരു വാതിൽ തുറന്നിരിക്കുന്നു. നിന്റെ സങ്കടാവസ്ഥ, നിന്റെ ശോചനാവസ്ഥ ഇന്ന് പകൽ കർത്താവ് തുറപ്പിക്കാൻ പോവാ. വലുതും വിശാലവുമായ ഒരു വാതിൽ കർത്താവ് തുറന്നിരിക്കുന്നു. ദൂത് ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുന്നവരുടെ ജീവിതത്തിൽ ദൂതിന്റെ ശക്തി അനുസരിച്ച് വിടുതലും പകരപ്പെടും. ഇതുവരെ നിങ്ങളുടെ ജീവിതത്തിൽ പ്രതീക്ഷിക്കാത്ത വാതിലുകൾ ദൈവം നിങ്ങൾക്ക് വേണ്ടി തുറക്കും. ഇതുവരെ കണ്ടിട്ടില്ലാത്ത വാതിലുകൾ ദൈവം നിങ്ങൾക്ക് വേണ്ടി തുറന്നു തരും. ഹല്ലേലൂയ. അവൻ വാതിൽ എന്ന വാക്കിന് നാം ഗ്രീക്കിൽ പഠിക്കുമ്പോൾ അവിടെ ഇങ്ങനെയാ പറഞ്ഞിരിക്കുന്നത്. ഒന്ന് അവൻ വെൽക്കം, രണ്ട് പ്രൊട്ടക്ഷൻ, മൂന്ന് ബ്ലെസ്സിംഗ് ടു അനദർ ലെവൽ. മൂന്ന് അർത്ഥങ്ങളാണ് വാതിൽ എന്ന വാക്കിന് കൊടുത്തിരിക്കുന്നത്. അവൻ സ്തോത്രം. എല്ലാവരും പറഞ്ഞാണ് വെൽക്കം. എല്ലാവരും പറഞ്ഞാണ് വെൽക്കം. അവൻ സ്തോത്രം. അടുത്തത് പ്രൊട്ടക്ഷൻ. അവൻ നമ്പർ 3 ബ്ലെസ്സിംഗ് ടു അനദർ ലെവൽ. എന്നും നാം ഒരേ അനുഭവത്തിൽ ഇരിക്കത്തില്ല. വെൽക്കം, വെൽക്കം. ഇന്ന് പകൽ ഈ ഡോറിനകത്തൂടാണ് നാം അകത്തോട്ട് വന്നത്. ഈ ഡോർ ഇല്ലെങ്കിൽ ഇതിനകത്ത് വരാൻ പറ്റുകയില്ല. അവൻ വാതിലിനകത്തൂടെ അകത്ത് വന്ന എനിക്കും നിങ്ങൾക്കും ലഭിച്ചത് ഒരു വെൽക്കമാണ്. പരിശുദ്ധാത്മാവിന്റെ അസാധാരണമായ സാന്നിധ്യം ഞാനും നിങ്ങളും അനുഭവിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. എനിക്ക് മനസ്സിലായത് ഒരുപാട് രാജ്യങ്ങളിൽ ഞാൻ പോയിട്ടുണ്ടെങ്കിലും വിദേശ രാജ്യങ്ങളിൽ ഏറ്റവും പവർഫുൾ ആയിട്ട് ആരാധിക്കുന്ന ഗൾഫിലുള്ളവരാണ്. എന്താ അതിന്റെ സീക്രട്ട് ഒന്നും എനിക്കറിയത്തില്ല. സ്തോത്രം. എന്തെങ്കിലുമൊക്കെ പരിപാടികൾ കർത്താവിന് കാണുമായിരിക്കും. സ്തോത്രം. ഇന്ന് പകൽക്കാലം ഓർത്തോണം, ആരാധന കുറയ്ക്കരുത്, പ്രാർത്ഥന കുറയ്ക്കരുത്, കണ്ണുനീര് കുറയ്ക്കരുത്. അങ്ങനെ കുറയാതിരുന്നാൽ ദൈവം നമുക്ക് വേണ്ടി എഴുന്നേറ്റ് അത്ഭുതം ചെയ്യും. ഹല്ലേലൂയ. നമ്മുടെ കണ്ണുനീരിനെ അവൻ മറികടന്ന് കർത്താവ് ഒരിക്കലും പോകത്തില്ല. അവൻ കണ്ണുനീരിനെ കണ്ട് മനസ്സലിയുന്ന കർത്താവാണ് നമ്മുടെ കർത്താവ്. ആമേൻ, ആമേൻ. അവൻ വെൽക്കം. രണ്ട് പ്രൊട്ടക്ഷൻ. ഇതിനകത്ത് വന്നാൽ, ആരാധനയ്ക്കകത്ത് വന്നാൽ ഈ ഡോർ ക്ലോസ് ആയിരിക്കുകയാണ്. ഒരു വ്യക്തിക്ക് അവതാരം പറ്റില്ല. ഒരു പ്രൊട്ടക്ഷൻ. പരിശുദ്ധാത്മാവിനെ സന്നിധിയിൽ നാം ഇരിക്കുമ്പോൾ ആ പരിശുദ്ധാത്മാവിന്റെ പ്രൊട്ടക്ഷൻ നമ്മളോടൊപ്പം ഉണ്ട്, നമ്മുടെ കുഞ്ഞുങ്ങളോടൊപ്പം ഉണ്ട്. നാം എവിടെയായിരുന്നാലും ആ ഭയങ്കരമേറിയ പ്രൊട്ടക്ഷൻ നമ്മളോടൊപ്പം ഉണ്ട്. സ്തോത്രം. കർത്താവിന്റെ വാക്കാരനുസരിക്കും അവർക്കൊരു പ്രൊട്ടക്ഷൻ ഉണ്ട്. കർത്താവിന്റെ വാക്കനുസരിച്ച് പുറപ്പെട്ട ആരും ലജ്ജിക്കാൻ കർത്താവ് ഇടവരുത്തിയിട്ടില്ല. കർത്താവ് അവർക്ക് ഒരു പ്രൊട്ടക്ഷൻ കൊടുക്കും. സ്തോത്രം. ഇന്ന് പകൽ നിങ്ങളുടെ ജീവിതത്തിൽ ഏത് മേഖലയിലെ പ്രൊട്ടക്ഷൻ? പോലീസിന്റെ പ്രൊട്ടക്ഷനേക്കാൾ വലിയ പ്രൊട്ടക്ഷനാ കർത്താവിന്റെ പ്രൊട്ടക്ഷൻ. ഹല്ലേലൂയ. ഇന്ന് പകലൊരു പ്രൊട്ടക്ഷൻ തരാൻ പോവുക. ഇവിടെ ഇരിക്കുന്ന ചിലർക്കൊരു ചിന്തയുണ്ട്, എന്റെ പ്രൊട്ടക്ഷൻ നഷ്ടപ്പെട്ടോ? ഇല്ല, കർത്താവ് ഒരു പ്രൊട്ടക്ഷൻ തരാൻ പോവുക. ഹല്ലേലൂയ. എന്നും ആ പ്രൊട്ടക്ഷനിൽ തന്നെ അവിടെ അങ്ങ് ഇരിക്കുകയല്ല. അവിടുന്ന് കർത്താവ് നമ്മെ ഒന്ന് പൊക്കി എഴുന്നേൽപ്പിച്ചിട്ട് പറയുക, ബ്ലെസ്സിംഗ് ടു അനദർ ലെവൽ. നിന്നെ അനുഗ്രഹത്തിന്റെ അടുത്ത പടിയിലേക്ക് കർത്താവ് നമ്മെ നയിക്കാൻ പോവുക.
ദൈവത്തിന് എല്ലാത്തിനും ഒരു സമയമുണ്ട്, എല്ലാത്തിനും ഒരു പ്ലാൻ ഉണ്ട്. സ്തോത്രം. കഴിഞ്ഞ ദിവസം എനിക്ക് ഒരു ചെറിയ അസുഖമുണ്ടായി. അങ്ങനെ നമ്മുടെ ഒരു സ്നേഹിതന്റെ അടുത്ത് ഹോസ്പിറ്റലിൽ പോയി കാണാൻ വേണ്ടി ഞാൻ പോയി. അവിടെ ചെന്നപ്പോൾ അന്ന് പോകണ്ടെന്ന് വെച്ചിരിക്കുകയായിരുന്നു. പക്ഷേ ദൈവാത്മാവ് എന്നോട് വളരെ ശക്തമായിട്ട് പറഞ്ഞു, ഇപ്പം തന്നെ പോണം. ഞാൻ ആ ഹോസ്പിറ്റലിൽ ചെന്നപ്പോ എന്റെ രോഗത്തിന്റെ കാര്യം മറന്നുപോയി. വേറൊരു വ്യക്തി അസുഖം കൂടി അവിടെ കിടക്കുകയാണ്. എന്നെ അവരുടെ റൂമിൽ വിളിച്ചുകൊണ്ട് പോയി പ്രാർത്ഥിക്കാൻ. ഈ മനുഷ്യൻ 4-5 വർഷം മുമ്പ് കർത്താവിനെ കുറിച്ച് പലരും പറയാൻ തുടങ്ങി. പക്ഷേ പുള്ളി അക്സെപ്റ്റ് ചെയ്യത്തില്ല. വരുന്നവരോട് ഭയങ്കര ദേഷ്യമാണ്. ഞാൻ ഹോസ്പിറ്റലിൽ ചെന്ന് അദ്ദേഹത്തെ കണ്ടു. എന്നെ മനസ്സിലായോ എന്ന് ചോദിച്ചു. മനസ്സിലായോ? പാസ്റ്ററെ, എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാമെന്ന് ചോദിച്ചു. നമുക്ക് പ്രാർത്ഥിക്കാം. ആദ്യം യേശുവിനെ കുറിച്ച് പറഞ്ഞു. തന്റെ മരണക്കിടക്കയിൽ യേശുവിനെ അക്സെപ്റ്റ് ചെയ്തു. താൻ കർത്താവിനായിട്ട് സമർപ്പിച്ചു, പ്രാർത്ഥിച്ചു. അന്ന് തനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. കർത്താവ് തന്നെ സൗഖ്യമാക്കി. താൻ എഴുന്നേറ്റു. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ താൻ വീട്ടിൽ വന്നു. വീട്ടിൽ വന്നപ്പോൾ ആദ്യം പറയുന്നത്, എനിക്ക് സ്നാനപ്പെടണം. നമ്മളെ ചിലത്തോട്ട് ചില കഷ്ടം വന്ന് വിടുന്നത് ചിലരുടെ രക്ഷയ്ക്കാണ്. ചിലരുടെ രക്ഷയ്ക്കാണ്. ഞാൻ ഈ പരിപാടിയെല്ലാം കഴിഞ്ഞപ്പോൾ ഞാൻ കാണാൻ ചെന്ന ഡോക്ടർ സമയം പോയി ഉള്ളി പോയി. പുള്ളിയുടെ ആവശ്യത്തിന്, എന്റെ ആവശ്യത്തിനല്ല വിട്ടത്, പുള്ളിയുടെ ആവശ്യത്തിന്. ഇത് പകൽക്കാലം ഓർത്താണ്, വാതിൽ അടഞ്ഞാലും വേറൊരു വാതിൽ തുറക്കും. സുവിശേഷത്തിന്റെ വാതിൽ നമുക്ക് വേണ്ടി തുറക്കപ്പെടുകയാണ്. സുവിശേഷത്തിന്റെ വാതിൽ തുറന്നു കിടക്കുകയാണ്. ഇതുവരെ എത്താത്ത സ്ഥലങ്ങളിൽ സുവിശേഷം എത്താൻ പോവുകയാണ്. ദൈവത്തിന്റെ വലിയ പദ്ധതികൾ കർത്താവ് ചെയ്തെടുക്കാൻ പോവുകയാണ്. അതുകൊണ്ട് വളരെ ശക്തമായി പ്രാർത്ഥിച്ചുകൊള്ളുക. ദൈവത്തിന്റെ സമയമായിരിക്കുന്നു. വാതിൽ തുറന്നിരിക്കുന്നു. നിങ്ങളുടെ ഫിനാൻഷ്യൽ വാതിൽ തുറന്നിരിക്കുന്നു. നിങ്ങളുടെ തലമുറയുടെ വിവാഹത്തിന്റെ വാതിൽ തുറന്നിരിക്കുന്നു. ബിസിനസിന്റെ വാതിൽ തുറന്നിരിക്കുന്നു. പുതിയ എഗ്രിമെന്റിൽ സൈൻ ചെയ്യുന്ന വാതിൽ തുറന്നിരിക്കുന്നു. നിങ്ങളുടെ വിവാഹത്തിന്റെ വാതിൽ തുറക്കുകയാണ്. ഇതുവരെ പ്രതീക്ഷിക്കാത്ത വാതിലുകളെല്ലാം കർത്താവ് തുറക്കാൻ പോവാ. സമയം കഴിഞ്ഞെങ്കിലും ദൈവം ഒരു വാതിൽ തുറക്കാൻ പോവാ. അസമയമായി എന്ന് പറയുമ്പോഴും, അസമയമായി എന്ന് പറയുമ്പോഴും ഇല്ല, കർത്താവ് ഒരു വലിയ വാതിൽ തുറക്കാൻ പോവുക. നിങ്ങളുടെ ചില വാതിലെല്ലാം കത്തിച്ച് കളഞ്ഞെന്ന് പറഞ്ഞിരിക്കുന്നില്ല, ഇനി ഒരിക്കലും കിട്ടത്തില്ലെന്ന്. കർത്താവ് അത് പണിയാൻ പോവാ. കർത്താവ് അത് ചെയ്യാൻ പോവാ. കർത്താവിന്റെ പ്രവൃത്തി കർത്താവ് അത് വെളിപ്പെടുത്താൻ പോവാ. സ്തോത്രം. നിങ്ങൾ പലപ്പോഴും ചിന്തിച്ചു കാണി, ഇനി എനിക്കൊരു വാതിലില്ല, എന്റെ ആ വാതിൽ കത്തിച്ചു, ഇനി എനിക്കൊരു നന്മയില്ല, എനിക്കൊരു വഴിയില്ല എന്ന് പറഞ്ഞിരിക്കുമ്പോൾ പിശാചി കത്തിച്ച് മാറി നിന്ന് ചിരിക്കുമ്പോഴും പരിശുദ്ധാത്മാവ് പറയുക, ഞാൻ അവന് ആ വാഗ്ദത്തം തിരിച്ചു കൊടുക്കാം. ആ നഷ്ടപ്പെട്ട അടഞ്ഞ വഴി ഞാൻ തിരിച്ചു കൊടുക്കാൻ പോവുകയാണ്. ദൈവം നമുക്ക് വേണ്ടി അത്ഭുതം ചെയ്യാൻ പോവുകയാണ്. സ്തോത്രം. കഴിഞ്ഞ ദിവസം ഒരു ഗോസ്പൽ ടൂർ ഞങ്ങള് ചർച്ചയിൽ നിന്ന് എല്ലാ ചർച്ചയിൽ നിന്നും കൂടെ ചേർന്ന് 3-4 ബസ് എടുത്ത് ഊട്ടിയിൽ ഒരു ഗോസ്പൽ ടൂർ പോയി. ഇങ്ങനെ ഞാൻ പറഞ്ഞപ്പോ എന്റെ വായിൽ നിന്ന് പറഞ്ഞു, ഈ ഗോസ്പൽ ടൂർ ചിലരുടെ ഭയങ്കര ബ്രേക്ക് ത്രൂ ആണ്, ഭയങ്കര ബ്രേക്ക് ത്രൂ ആണ് എന്ന് പറഞ്ഞു. പലർക്കും ഒന്നും മനസ്സിലായില്ല, എനിക്കും മനസ്സിലായില്ല. എന്റെ വായിൽ വന്ന് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അവിടെ ചെന്ന് കഴിഞ്ഞ് ഞങ്ങളെല്ലാം കണ്ടു കഴിഞ്ഞ് അടുത്ത ഒരു പകലും രാത്രിയിലും അവിടെ ഒരു കോൺഫറൻസ് പോലെ വെച്ച് അവിടെയുള്ള സഭകളും എല്ലാം കൂടെ കൂടി ഉള്ള മീറ്റിംഗ് ആയിരുന്നെങ്കിൽ ഇവിടുന്ന് പോയ എന്റെ സഭയിലുള്ള 2 പേരുടെ ആദ്യം പ്രവചിച്ച് എന്നോട് ഒരാൾ പറഞ്ഞു, ഭാഷ ഇവിടുന്നൊക്കെ വന്നവരോട് പ്രവചിക്കാതെ നമ്മുടെ സഭയിൽ നിന്ന് വന്നവരോട് ഭാഷ പ്രവചിച്ച്. നമുക്കാണ് ആ തെറ്റിദ്ധാരണ. കർത്താവിനത് വിഷയമല്ല. കർത്താവിന് ഓരോ പ്ലാനുണ്ട്. അതിൽ പ്രവചിച്ച ഒരു വ്യക്തിക്ക് 11 വർഷമായിട്ട് മക്കളില്ല. പ്രവചിച്ച മറ്റേ മഞ്ജു, അവർക്ക് 7 വർഷമായിട്ട് മക്കളില്ല. സഭയിലെല്ലാം പറഞ്ഞിട്ട് പോയതെന്താ? ഒരു അത്ഭുതം നിങ്ങൾ കാണും, ഒരു മിറക്കിൾ കാണും. എന്നാൽ ഈ കഴിഞ്ഞ അങ്ങേ ആഴ്ച ഞാൻ ചെങ്ങന്നൂർ ചെന്നപ്പോ ഈ 2 സഹോദരിമാരും അവിടുത്തെ വിശ്വാസികളാണ്. ഒരാൾ വന്ന് പറഞ്ഞ് ഞാൻ 3 മാസം ഗർഭിണിയാണ്, ഒരാൾ വന്ന് പറഞ്ഞ് ഞാൻ 4 മാസം ഗർഭിണിയാണ്. ഇന്ന് പകൽ ഓർത്തോളം അടഞ്ഞ വാതില് കർത്താവ് തുറക്കും. അടഞ്ഞ വാതില് കർത്താവ് തുറക്കും. ആ ദൂത് നിങ്ങൾ വിശ്വസിച്ച് ഏറ്റെടുത്ത് പ്രവർത്തിക്കുമ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തി സംഭവിക്കാൻ പോവുകയാണ്. Glory to God. അസാധ്യമായ കാര്യങ്ങൾ സാധ്യമാകാൻ പോവുകയാണ്. അവൻ സ്തോത്രം. നെഹെമ്യാവിന്റെ പുസ്തകം 1-ാം അധ്യായം അതിന്റെ 2-ാം വാക്യം ഒന്ന് വായിച്ച്. എന്റെ സഹോദരന്മാരിൽ ഒരുത്തനായ
ഹനാനിയും യഹൂദയിൽ ചില പുരുഷന്മാരും വന്നു. ഞാൻ അവരോട് ആ പ്രവാസത്തിൽ തെറ്റൊഴിഞ്ഞു പോയ യഹൂദന്മാരെ കുറിച്ചും യെരൂശലേമിനെ കുറിച്ചും ചോദിച്ചു. അതിന് അവർ എന്നോട് പ്രവാസത്തിൽ നിന്ന് തെറ്റൊഴിഞ്ഞു പോയ ശേഷിപ്പ് അവിടെ ആ സംസ്ഥാനത്ത് മഹാകഷ്ടത്തിലും അവമാനത്തിലും ഇരിക്കുന്നു. യെരൂശലേമിന്റെ മതിൽ ഇടിഞ്ഞും അതിന്റെ വാതിലുകൾ തീ വെച്ച് ചുട്ടും കിടക്കുന്നു എന്ന് പറഞ്ഞു. മതി. സ്തോത്രം. നെഹമ്യാവ് തന്റെ സ്വജനത്തിന്റെ വിവരം അന്വേഷിച്ചപ്പോൾ കിട്ടിയ വിവരം എന്ന് പറഞ്ഞാൽ, ഒന്ന്, യെരൂശലേമിന്റെ മതിൽ ഇടിഞ്ഞു കിടക്കുന്നു. രണ്ട്, യെരൂശലേമിന്റെ വാതിലുകൾ തീ വെച്ച് ചുട്ടും കളഞ്ഞിരിക്കുക. ഇനി ഒരിക്കലും ഈ വാതിലിനകത്ത് ആരും കയറരുത്. വാതിൽ എന്ന് പറയുന്ന ഒരു സംഗതി നീ കാണരുത്. മതില് പ്രൊട്ടക്ഷൻ അവർ ഇടിച്ചു കളഞ്ഞു. എല്ലാ നിലയിലും തകർന്നു. സൻബല്ലത്തും തോബിയാവും ഇനി ഒരിക്കലും ഇതിന്റെ പണി നടക്കത്തില്ല എന്ന് പറഞ്ഞ് അവൻ പരിഹസിച്ചുകൊണ്ടിരിക്കുമ്പോൾ നെഹമ്യാവിന്റെ ഉള്ളിൽ ഒരു ദർശനം ഏറ്റെടുത്ത് പോയി കഴിഞ്ഞപ്പോൾ അവന്റെ കൂടെ പോകാൻ ആരുമില്ല. നെഹമ്യാവ് മാത്രമേ ഉള്ളൂ, ഒറ്റയ്ക്കേ ഉള്ളൂ. ഇന്ന് പകൽക്കാലം ഞാൻ ഓർപ്പിക്കട്ടെ, ആമേൻ, സ്തോത്രം. ദർശനമുള്ള ഒരുത്തന്റെ കൂടെ പോകാൻ ആരും ഇല്ലെങ്കിലും ഇനി ദർശനമുള്ള ഒരുത്തന്റെ കൂടെ ആമേൻ നിങ്ങൾ പോകാൻ തുനിഞ്ഞാൽ ആ ദർശനം ഫുൾഫിൽ ചെയ്യും. സ്വർഗത്തിലെ ദൈവം അതിനകത്ത് അത്ഭുതം ചെയ്യുവാൻ തക്കവണ്ണം ഇടയായി തീരും. ഇന്ന് പകൽ ഞാൻ ഓർപ്പിക്കട്ടെ, അവൻ നെഹമ്യാവ് ദർശനത്തോടെ പോയപ്പോൾ അവന് രാജാക്കന്മാർക്ക് കൊടുക്കാനുള്ള കത്തുകൾ, അവൻ തടി, ഭൂമി, വേണ്ടതെല്ലാം സ്വർഗത്തിലെ ദൈവം രാജാവിലൂടെ അവന് കൊടുത്തു സഹായിപ്പാൻ ഇടയായി തീർന്നു. ഇന്ന് പകൽക്കാലം സ്വർഗത്തിലെ ദൈവം എനിക്കും നിങ്ങൾക്കും വേണ്ടി ആരാധനയോട് ബന്ധപ്പെട്ട് റവന്യൂ ഡിപ്പാർട്ട്മെന്റും ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റും സ്തോത്രം ഒക്കെ കർത്താവ് ക്ലിയർ ചെയ്യാൻ പോവുക. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ക്ലിയർ ചെയ്യാൻ പോവുക. ഇന്ന് പകൽ ഇതുവരെ നടക്കാത്ത ചില കാര്യങ്ങൾ വേലയോട് ബന്ധപ്പെട്ട് ചില സ്ഥലങ്ങളിൽ കർത്താവ് തുടങ്ങാൻ പോവുക. ചില സ്ഥലങ്ങളിൽ കർത്താവ് ചെയ്യാൻ പോവുകയാണ്. അടഞ്ഞ വാതിലുകൾ തുറക്കും. നെഹമ്യാവ് ചെന്ന് ആലയത്തിന്റെ പണി തുടങ്ങും. കത്തിച്ചു കളഞ്ഞ വാതിൽ അവൻ വെച്ചു. അവൻ മതിലുകൾ അവൻ ഇടിച്ചു കളഞ്ഞത് കെട്ടിപ്പൊക്കി. പഴയ ആരാധന യെരൂശലേമിൽ തുടങ്ങി. ഇന്ന് മകൾ പിശാചി കത്തിച്ചതിന്റെ വഴി, വാതിൽ, നന്മ, അനുഗ്രഹം മുഴുവനും അവൻ നീ തിരിച്ചെടുക്കാൻ പോവാ. ഇന്ന് മകൾ ദൈവജനം എഴുന്നേൽക്കുക. അതിനുവേണ്ടി പണിയാൻ തയ്യാറാകുക. എല്ലാവരും എഴുന്നേറ്റാട്ടെ. ഒരു മിനിറ്റ് എല്ലാവരും എഴുന്നേറ്റ് നിന്ന് ചില മിനിറ്റുകൾ കർത്താവിനെ സ്തുതിക്കാൻ. കത്തിച്ചു കളഞ്ഞ വാതിൽ ഇന്ന് പകൽ പണിയാൻ പോവാ. അവൻ പിശാച് കളിയാക്കുന്ന പരിഹാസത്തിന്റെ വാക്കുകൾ ഉയർത്തുന്നത് പണി പൂർത്തീകരിക്കത്തില്ലെന്ന് പറയുന്ന പണിയും, ഇനി മിനിസ്ട്രി ഇല്ലെന്ന് പറയുന്നിടത്ത് മിനിസ്ട്രി ഉണ്ടാകും, ഇനി ജോലി ഇല്ലെന്ന് പറയുന്നിടത്ത് ജോലി ഉണ്ടാകും, ഇനി സ്തോത്രം ശമ്പളം കിട്ടത്തില്ലെന്ന് പറയുന്നിടത്ത് ശമ്പളം കിട്ടും. കർത്താവ് ചില വാതിലുകൾ തുറക്കാൻ പോകുന്നു. യേശു പറഞ്ഞു, ഞാൻ വാതിലാകുന്നു. യേശു പറഞ്ഞു, അവൻ ഈ വാതിലൂടെ അകത്ത് വരുന്നവൻ ലജ്ജിക്കാൻ ഇടവരികയില്ല. അവന്റെ ജീവിതം അനുഗ്രഹിക്കപ്പെടുവാൻ തക്കവണ്ണം കർത്താവ് ഇടയാക്കി മാറ്റും. ഇന്ന് പകൽ അനുഗ്രഹത്തിന്റെ ചില വഴികൾ, വാതിലുകൾ കർത്താവ് നിങ്ങൾക്ക് വേണ്ടി തുറക്കാൻ പോവുകയാണ്. നിനക്ക് വേണ്ടി പഠനത്തിന്റെ വാതില് ദൈവം തുറക്കും. നിനക്ക് വേണ്ടി മ്യൂസിക്കിന്റെ വാതില് കർത്താവ് തുറക്കും. നിന്റെ സിറ്റുവേഷൻ മുഴുവനും കർത്താവ് ചേഞ്ച് ചെയ്യാൻ പോവുക. നിനക്ക് വേണ്ടി കർത്താവ് ഒരു അസാധാരണമായ വിടുതൽ ഇന്ന് പകൽക്കാലം മുതൽ നിനക്ക് മാത്രമല്ല നിന്റെ ഭവനത്തിലുള്ളവർക്ക് കർത്താവ് അയക്കാൻ പോവുകയാണ്. പരിശുദ്ധാത്മാവ് ഓർപ്പിക്കുകയാണ്, നിന്റെ ജീവിതത്തിൽ ചില മിറക്കിൾസ് സംഭവിക്കും. അനേക ഇംഗ്ലീഷിലുള്ള ഒരു വർഷിപ്പിന് വേണ്ടി പരിശുദ്ധാത്മാവ് നിന്റെ ജീവിതത്തിൽ ചിലരെ മെടഞ്ഞെടുക്കേണ്ടതിന് നിന്നെ ഒരു വെപ്പണാക്കി മാറ്റും. നിന്റെ മേൽ ഒരു വ്യത്യസ്തത വരുത്തും. നിന്റെ ജീവിതത്തിൽ കടന്നു വരുന്ന ഓരോ വ്യക്തികളും അസാധാരണമായ നിലയിലേക്ക് ഒരാത്മാവിൽ മാറ്റപ്പെടുന്ന ഒരു വെളിപ്പാട് പരിശുദ്ധാത്മാവ് കാണിക്കുകയാണ്. നീ ചെയ്തു തീർക്കാൻ പറ്റുന്നവരതും ചെയ്തു തീർക്കാൻ ഇരിക്കുമ്പോൾ അതിനപ്പുറത്ത് കർത്താവ് നിനക്ക് വേണ്ടി വലിയ ചില കാര്യങ്ങൾ ചെയ്യാൻ പോവുക. വലിയ ചില കാര്യങ്ങൾ ചെയ്യാൻ പോവുകയാണ്. നീ
2016 സഭകളെല്ലാം ആനന്ദിക്കുന്നത് പോലെ, കുടുംബങ്ങൾ ആനന്ദിക്കുന്നത് പോലെ 4 ഗുഡ് ന്യൂസുകൾ സഭകളിൽ വെളിപ്പെടാൻ പോവാ. വർഷങ്ങളായിട്ടുള്ള പ്രാർത്ഥനയുടെ മറുപടികൾ സ്വർഗത്തിലെ ദൈവം ചെയ്തെടുക്കാൻ പോകും. ഓ, കരമടിച്ച് കർത്താവിനെ സ്തുതിക്ക്. വാതിൽ കർത്താവ് തുറന്നിരിക്കുന്നു. സുവിശേഷത്തിന്റെ വാതിൽ യേശുവിൽ അടയുമെന്ന് തോന്നുമ്പോൾ നിങ്ങൾ ആരും ചിന്തിക്കുന്ന പോലല്ല, വലിയൊരു വാതിൽ, ശബരമായ വാതിൽ, ഓ വിശാലതയുള്ള വാതിൽ കർത്താവ് തുറക്കുക. എതിരുകൾ ഉണ്ടാകും, കർത്താവിന്റെ സഭ പണിയപ്പെടും. ഞാൻ എന്റെ സഭയെ പൊളിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല. ഈ പുതിയ വർഷം നിങ്ങളുടെ വീട്ടുകളിൽ ആരാധനയ്ക്ക് വരാത്തവരും ഇതിനോട് താല്പര്യമില്ലാത്തവരും ഓരോന്നായിട്ട് വരാൻ പോവാ. ഈ പുതിയ വർഷം ആരംഭിക്കുന്ന ചില ബിസിനസ്സുകൾ അവൻ പുതിയ നിലയിലേക്ക് മാറ്റപ്പെടാൻ പോവുകയാണ്. ഇന്ന് പകൽ ഒരുമിച്ച് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഈ പ്രാർത്ഥന നിങ്ങൾ വിശ്വസിച്ച് ഏറ്റെടുത്തോളാം. കർത്താവ് ഒരു അനുഗ്രഹമായിട്ട് നിങ്ങൾ മടങ്ങാൻ പോവുക, ഒരു വിടുതലുമായിട്ട് നിങ്ങൾ മടങ്ങാൻ പോവുക. നസ്രയനായ യേശുവേ, ഇന്ന് പകൽ ഇവിടെ വന്ന ഈ ജനത്തെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. യേശുവിന്റെ കാര്യം ഈ ജനത്തെ തൊടണമേ. അവൻ അങ്ങ് കേൾപ്പിക്കുമെന്ന് പറഞ്ഞ ആ ഗുഡ് ന്യൂസ് 2016 പുറത്തു വരട്ടെ. ആ വാഗ്ദത്തം സംഭവിക്കട്ടെ, ആ വാഗ്ദത്തം നടക്കട്ടെ. നേതൃത്വ സ്ഥാനത്ത് നിൽക്കുന്നവർ മുതൽ താഴെ വരെ അവൻ വർക്കിലായിരിക്കുന്നവരെ ഈ വാഗ്ദത്തം സംഭവിക്കാൻ പോകുന്നതുകൊണ്ട് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നവരെ. രോഗികളെ അങ്ങ് സൗഖ്യമാക്കണമേ. ഇപ്പോൾ തന്നെ രോഗങ്ങൾ ഇവിടെയും നാട്ടിലും മാറട്ടെ. അടഞ്ഞ വാതിലുകൾ തുറക്കപ്പെടട്ടെ. ദൈവത്തിന്റെ അത്ഭുതങ്ങൾ നടക്കട്ടെ. ഇടിഞ്ഞു കിടക്കുന്ന മതിലിത പടുതുയർന്നു. കത്തിച്ച വാതിൽ പുതിയത് വെക്കുന്നു. ചില പുതിയത് കർത്താവ് ഈ ജനത്തിന്മേൽ ഇന്ന് രാത്രി ഇമ്പാക്ട് ചെയ്യണമേ. പുതിയതുമായിട്ട് ഈ ജനം മടങ്ങട്ടെ. അനുഗ്രഹിക്കുന്നു. അവൻ നന്മ കൊണ്ട് നിറയ്ക്കണം. ഫിനാൻഷ്യൽ ബ്ലെസ്സിങ്സ് കൊടുക്കണം. വീടില്ലാത്തവർക്ക് അത് കൊടുക്കണമേ. യേശുവിന്റെ നാമത്തിൽ മിനിസ്ട്രിയിൽ അടയപ്പെട്ട വാതിലുകൾ തുറക്കപ്പെടണമേ. ആത്മാക്കളെ കവിഞ്ഞൊഴുക്കാൻ എല്ലാ മേഖലയിലും ഉണ്ടാകട്ടെ. യേശു അത്ഭുതം ചെയ്തതിന് നന്ദി. യേശുവിൻ നാമത്തിൽ തന്നെ എല്ലാവരും വിശ്വാസത്തോടെ പറഞ്ഞാൽ വാതിൽ തുറന്നിരിക്കുന്നു. അടുത്തിരിക്കുന്നവർക്ക് കൈ കൊടുത്തിട്ട് വാതിൽ തുറന്നിരിക്കുന്നു. ഇതുവരെ തടഞ്ഞു വെച്ച ഇൻക്രിമെന്റിൽ വാതിൽ തുറന്നിരിക്കുന്നു. ഇതുവരെ ലഭിക്കാത്ത വാഗ്ദത്തങ്ങൾ മുഴുവനും നിങ്ങളുടെ മുമ്പിൽ തുറക്കപ്പെട്ടിരിക്കുന്നു. തുറക്കം പറഞ്ഞേ. 2016 ഈ വാഗ്ദത്തത്തിന്റെ ശബ്ദം നിങ്ങൾ അവൻ സന്തോഷത്തോടെ വിളിച്ചു പറയാൻ പോവുകയാണ്.